നമ്മളിൽ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൽ ഒരുപാട് ദേഷ്യവും സങ്കടവും വെറുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ഈ ജോലിയിലും ബാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനങ്ങനെ പ്രാഗി പറഞ്ഞുകൊണ്ടാണ് ചെയ്യുക അല്ലേ. പണ്ടാറടക്കിക്കൊണ്ട് പ്രാഗി പറഞ്ഞുകൊണ്ടാണ് ചെയ്യുക. അതിന് ആർക്കായിക്കോട്ടെ, നമ്മളെ മക്കൾക്കാണെങ്കിലും ശരി, ഭർത്താവിനാണെങ്കിലും ശരി, ഉമ്മാക്കാണെങ്കിലും വാപ്പാർക്കാണെങ്കിലും ആരാണെങ്കിലും, ഉമ്മയും വാപ്പയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് മനസ്സുകൊണ്ട് പ്രാകും എന്നുള്ളതാണ്. അവരെ കേൾപ്പിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷനെ അവരെ കേൾപ്പിച്ചിട്ടും പറയും. നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാഗിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? നമ്മൾ ഈ പ്രാകുന്നത് കൊണ്ട് എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? നമ്മളൊരു ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും, ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കതിനുള്ള പ്രതിഫലം പടച്ചവൻ തരും എന്നുള്ളതാണ്. എന്തുണ്ട്, നമ്മളെ വീട്ടിലുള്ള ഒരു ക്ലീനിങ് ആയിക്കോട്ടെ, നമ്മളെ മക്കളെ പരിപാലിക്കലായിക്കോട്ടെ, എന്തിനും നമ്മളതൊരു നല്ലൊരു നീയത്ത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പ്രതിഫലം നമുക്ക് പടച്ചവൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ചെയ്യാൻ, എന്തായാലും നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ. നമ്മളെ വീട്ടിലത്തെ ജോലി, നമ്മളെ മക്കളെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യൽ നമുക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിന് കിട്ടുന്ന കൂലി എന്തിനാണ്, നമ്മൾ ആ ഒരു പ്രതിഫലം എന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? ചെയ്യുന്ന കാര്യം നമ്മളൊന്ന് എൻജോയ് ചെയ്തിട്ട്, ഇതിന്ന് എനിക്ക് ഇവിടുന്ന് ദുനിയാവുന്ന അതിനൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവരുടെ അടുത്തുനിന്ന് ഒരു നന്ദി വാക്ക് കാര്യങ്ങളൊന്നും കിട്ടൂല എന്നെന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ ആക്സെപ്റ്റ് ചെയ്താൽ മതി. എന്നാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെയൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഇവരിങ്ങനെയൊന്നും ചെയ്തു തരുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മളെ മനസ്സിൽ ഒരു മുൻവിധി എഴുതി കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ നമ്മളെ മനസ്സുകൊണ്ട് അങ്ങോട്ട് അംഗീകരിക്കണം. ഇതിൻ്റെ കടമയാണ്. ഞാൻ എനിക്ക് പടച്ചോൻ തന്ന ആരോഗ്യം വെച്ചുകൊണ്ട്, എൻ്റെ ബുദ്ധിയും ശക്തിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പടച്ചോന് തിരിച്ചു കൊടുക്കണമല്ലോ. നമുക്ക് ഇത്രയും പടച്ചോൻ തന്നപ്പം എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമല്ലോ നമുക്ക്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കടമകൾ നിറവേറ്റുകയാണ്. അതല്ലെങ്കിൽ ഒരാളടുത്ത് നമ്മൾ തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് അവരത് അങ്ങോട്ട് കൊടുക്കുന്നത്, നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ അടുത്ത് നിന്ന് അത് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദേഷ്യവും സങ്കടമൊക്കെ വരും. അപ്പം ഇതിങ്ങനെ കൂടി 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 നമ്മൾ ഒരു തരം ഭ്രാന്തമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലേ. ഒരു കിച്ചണിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ദേഷ്യം ആ പാത്രത്തിനോട് തീർക്കുന്നുണ്ടാവും. അവിടെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെടുത്ത് തീർക്കുന്നുണ്ടാവും. ഒരുപക്ഷെ കുട്ടികൾ നിരപരാധിയാവും, പക്ഷെ അവരെടുത്ത് തീർക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഒരു പ്രഷർ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതിനൊക്കെ പ്രതിഫലം തരുന്ന ആള് നമ്മളെ പടച്ചു വിട്ട പടച്ച റബ്ബുണ്ട് നമുക്ക് ഇതിനൊക്കെ തരാൻ. പിന്നെ മരണം എന്നുള്ളതിനെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണല്ലേ. മരിക്കും എന്ന് നമുക്ക് 100% ഉറപ്പുണ്ടായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ തയ്യാറെടുക്കുന്നുണ്ട്. ആഹ് എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോമ്പാണെങ്കിൽ നോമ്പ് വരാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു, നനച്ച് കുളിയൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മളതിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങൾക്കുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുമാണ്. ഒരു പ്രസവിക്കാൻ പോണ ഒരു വ്യക്തി ആ ഒരു ലേബർ റൂമിക്ക് വേണ്ടതും ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മുൻകൂട്ടിയിട്ട് വാങ്ങിക്കണം. അപ്പോൾ നമുക്കറിയാം ഇന്ന സാധനങ്ങളൊക്കെ വേണം, ഇന്നതിന് ഇന്നേ ചെയ്യണം എന്നുള്ളത്. ഒരു കല്യാണം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടില്ലേ, അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മരിക്കും എന്ന് നമുക്ക് 100% ഉറപ്പുണ്ടായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്ക് സ്വർഗവും നരകവും എന്നൊരു സംഭവം, രണ്ട് ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ സ്വർഗത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ, നരകത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ എന്നുള്ളതും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. നമ്മളെ പടച്ചു വിട്ട ഒരു സൃഷ്ടാവ് ഉണ്ട്, അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് എത്താൻ, സ്വർഗത്തേക്ക് എത്താൻ ഒരുപാട് വഴികളുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എന്തുണ്ട്, നമ്മൾ നല്ലൊരു നീയത്തോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം പടച്ചവന് നമുക്ക് കിട്ടും. നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പടച്ച റബ്ബിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തായാലും കിട്ടും. അപ്പം അങ്ങനെ കിട്ടുന്ന ആ ഒരു ബോണസ്, അല്ലെങ്കിൽ ആ കിട്ടുന്ന ഒരു പ്രതിഫലം നമ്മൾ എന്തിനാണ് നമ്മളെ നാവ് കൊണ്ട് വെറുതെ പറഞ്ഞത് ഇല്ലാതാക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു കാര്യം എടുത്തതാണ്. ഇങ്ങനെ ഈ ഒരു പ്രഷർ കൊള്ളുന്ന ആളുകൾ പ്രാഗി പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു മെസ്സേജ്. നമ്മൾ ഈ പറഞ്ഞ എനിക്കാണെങ്കിലും തോന്നലുണ്ട്, ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ ഞാനും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് നമ്മൾ വെറുതെ ഉള്ള കൂലിയും കൂടെ നഷ്ടപ്പെടുത്തുന്നത്? നമ്മൾ ചെയ്യാനുള്ളത് എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ പടച്ചവൻ്റെ അടുത്ത് നിന്ന് കിട്ടണേ കിട്ടട്ടെ. ദുനിയാവിക്ക് വേണ്ടിയിട്ടല്ല, നാളെ ആഖിറത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രതിഫലം വിചാരിച്ച് നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുക. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെ ഉത്തരവാദിത്തം, നിങ്ങളെ കടമയാണ്. ഇത് നിങ്ങൾ പടച്ചവന് വേണ്ടിയിട്ട്, പടച്ചവനോടുള്ള നിങ്ങളുടെ ഒരു നന്ദി ആയിട്ടാണ് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഓരോ പണികളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം പ്രഷറുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. പിന്നെ ഇങ്ങനെ പ്രഷറൊക്കെ കയറിയിട്ട് നമുക്ക് എന്താ കിട്ടാനുള്ളത്? നമ്മളെ ആരോഗ്യം തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത്. കാരണം നമ്മൾ നെഗറ്റീവ്സുകൾ ഇങ്ങനെ ചിന്തിച്ചും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ഉള്ളിൽ നെഗറ്റീവ് ഹോർമോൺ കയറും. അത് കയറി കഴിഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ശരീരത്തിൻ്റെ ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുമാത്രമല്ല, നമുക്ക് പടച്ചവൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ പ്രതിഫലം നമ്മൾ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റംസാൻ മാസം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിനനുസരിച്ചിട്ടുള്ള പുണ്യം നമുക്ക് കിട്ടട്ടെ. അതിനുള്ള മനസ്സും അതിനുള്ള ബുദ്ധിയും ഒക്കെ നമുക്ക് പടച്ചവൻ തരട്ടെ. ഇതൊരു തിരിച്ചറിവുണ്ടല്ലോ, ആ ഒരു തിരിച്ചറിവിനെ നമുക്ക് പടച്ചവൻ തന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ പടച്ചവൻ പുറത്തു തരട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സും മാനസികാവസ്ഥയും നമുക്ക് എല്ലാവർക്കും പടച്ചവൻ തരട്ടെ. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്മ എന്നുള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ അതിൻ്റെ ഒരു പുണ്യം കൂടെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളെ കമൻസുകളും കാര്യങ്ങളും നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു വീഡിയോ ഞാൻ പലതും ഇതിലിടുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചോദിക്കാം പല കാര്യങ്ങളും. പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള മറുപടി ഞാൻ അവരുടെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.